ക്രീമുകളും അതുപോലെ ഫൗണ്ടേഷനും കൺസീലറൊന്നും മുഖത്തിടാതെ സിമ്പിളായിട്ട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കില്ല, അതുപോലെ ഗ്രീസി ആയിട്ട് നിൽക്കില്ല. എളുപ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആവും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കാം, പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും കൂടുതൽ നല്ലത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നല്ല സോഫ്റ്റ്, ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ്. അപ്പം ഞാൻ മുഖവും കഴുത്തും ഒക്കെ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുണ്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിവ്യയുടെ ലിപ്ബാമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ചുണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഞാനിവിടെ ഐബ്രോസ് വരയാൻ എടുത്തിരിക്കുന്നത് ഹിലാരി റോഡ ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഇതിലൊരു സ്പൂളി ബ്രഷും ഉണ്ട്, മാത്രമല്ല അതിൻ്റെ മറ്റേ അറ്റത്ത് ഐബ്രോ പെൻസിലും ഉണ്ട്. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്, ഷെയ്ഡ് നമ്പർ മറന്നുപോയി. ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു പെൻസിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അത്ര ഭയങ്കരമായിട്ടുള്ളൊരു പെൻസിലൊന്നുമല്ല, ഒരു ഓക്കെ ടൈപ്പ് പെൻസിലാണ്. അത്ര വലിയ പിഗ്മെൻറ്റേഷനൊന്നുമില്ല, എന്നാലും നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഐബ്രോ പെൻസിലാണ്. കാരണം ഇതിൻ്റെ കൂടെ ബ്രഷും കൂടെ വരുന്നുണ്ട്, നമുക്ക് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഐബ്രോസ് ഒക്കെ വരുന്നതിന് ശേഷം ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അതിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പുരികം നമ്മുടെ ഫേസിൽ എടുത്ത് കാണിക്കുകയും ചെയ്യും, എന്താ പറയുക, നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുകയും ചെയ്യും, നല്ല ലുക്കായിരിക്കും കാണാൻ. ഇനി നമ്മൾ വേറെ ക്രീമുകളോ ഫൗണ്ടേഷനോ ഒന്നും തന്നെ ഫേസിലിടുന്നില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പൗഡർ മെബിലിൻ്റെ കോമ്പാക്ട് പൗഡറാണ്, മാർബിൾ ഷെയ്ഡാണ്. കണ്ണിന് ചുറ്റും ഞാനൊന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ കാജലൊന്നും ഇടുമ്പം അത് പരക്കില്ല. പിന്നെ നമുക്ക് എവിടെയാണോ വേർപ്പ് കൂടുതലായിട്ട് വരാറുള്ളത് ആ ഏരിയയിൽ കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ഡ്രൈ സ്കിന്ന് ആരാണെങ്കിൽ ഇതുപോലെ പൗഡർ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കോമ്പാക്റ്റ് പൗഡറൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയുക സെപ്പറേറ്റ് എടുത്ത് കാണിക്കും നമ്മുടെ ഫേസിൽ. പിന്നെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്, ഡെയിലി ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്ക്. അപ്പോൾ അതുകൊണ്ട് കണ്ണിന് വേറെ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, കാജൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പ്ലം നാച്ചുർ സ്റ്റുഡിയോയുടെ കാജലാണ്. ഇത് അടിപൊളി കാജലാണ്, നല്ല കറുപ്പുണ്ട്, അങ്ങനെ സ്മഡ്ജ് ചെയ്യില്ല. പിന്നെ എന്താ, വരഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പം ഞാനിവിടെ വാട്ടർ ലൈനിലും ടൈറ്റ് ലൈനിലും മാത്രമാണ് വരഞ്ഞു കൊടുക്കുന്നത്. പിന്നെ കൺപീലി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബിലിൻ്റെ ഹൈപ്പർ കേൾ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ എന്താ പറയുക പീലികൾക്കൊക്കെ വോളിയം തരുന്ന ഒരു മസ്കാരയാണ്. ഡെയിലി ഒന്നും നമ്മളിങ്ങനെ മസ്കാര ഇട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ, കൺപീലികളൊക്കെ കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്, മെബിലിൻ്റെ ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഡെയിലി വെയറിന് പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ എല്ലാ സ്കിൻ ടോണും ആർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ്, അങ്ങനെ എടുത്ത് കാണിക്കൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു സിമ്പിൾ മേക്കപ്പ്. നമുക്ക് ഡെയിലി ചെയ്യാനൊക്കെ ഓഫീസിലും അതുപോലെ കോളേജിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ചെറിയൊരു ബ്ലാക്ക് പൊട്ട് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ജുംക്കയും. പിന്നെ ഹെയർ സ്റ്റൈലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നില്ല, 2 സിമ്പിൾ ഹെയർ സ്റ്റൈൽസ് മാത്രമാണ്. ഒന്ന് മുടി അഴിച്ചിട്ടും ഒന്ന് മുടി പിന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാം, കാരണം ഈ ഒരു സിമ്പിൾ ലുക്കിന് ഏത് ഹെയർ സ്റ്റൈലും മാച്ച് ആവും.
ഇന്നത്തെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.